ഹലോ, വാട്സപ്പിൻ്റെ പ്രൈവസി പോളിസി ഇംപ്ലിമെൻറ്റേഷൻ മെയ് 15 വരെ ഡിലേ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ വാട്സപ്പ് യൂസ് ചെയ്യുന്ന ഒരു യൂസർ ആണെങ്കിൽ ഈ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഹലോ, ജനുവരി 4 വാട്സപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയ പ്രൈവസി പോളിസി ഒരു ഹോട്ട് ടോപ്പിക്കായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഹോട്ട് ടോപ്പിക് ആകാൻ ഒരു പ്രത്യേക കാരണം കൂടിയുണ്ട്. അതിൻ്റെ അകത്ത് കുറേ പ്രൈവസി ഇഷ്യൂസ് വരുന്നുണ്ട്. ഫേസ്ബുക്ക് എന്ന പാരന്റ് കമ്പനിയുമായിട്ട് ഡീപ്പർ ഇൻ്റഗ്രേഷന് വേണ്ടിയിട്ടാണ് ഈ പോളിസി അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. പുതിയ പ്രൈവസി പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് മെയ് 15 വരെ ഡിലേ ചെയ്തെങ്കിലും വാട്സപ്പിൻ്റെ പുതിയ പ്രൈവസി പോളിസിയിൽ ഒരു മാറ്റവും കൊണ്ടുവന്നിട്ടില്ല. വാട്സപ്പ് ഈ പുതിയ പ്രൈവസി പോളിസി ഇംപ്ലിമെൻറ്റേഷൻ ഡിലേ ചെയ്യാൻ ഒരു കാരണം കൂടിയുണ്ട്. അത്രത്തോളം സിവിയർ ക്രിറ്റിസിസമാണ് വാട്സപ്പിന് ഇത്രയും കാലം ഈ പ്രൈവസി പോളിസിയുടെ പേരിൽ ഏൽക്കേണ്ടി വന്നിട്ടുള്ളത്. ഈ ഒരു എക്സ്റ്റൻഷന് വാട്സപ്പ് കാരണമായി പറയുന്നത് വാട്സപ്പിൻ്റെ പുതിയ പ്രൈവസി പോളിസി കുറേ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് മാത്രമാണ് പുതിയ പ്രൈവസി പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുള്ളൂ എന്നാണ് വാട്സപ്പ് പറയുന്നത്. ഈ ഒരു പുതിയ പ്രൈവസി പോളിസി ഇറക്കുമ്പോൾ വാട്സപ്പ് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇത്രക്ക് മാസ് ഡിപ്പാർച്ചർ ഉണ്ടാവുമെന്ന്. സീരിയസ് ആയിട്ട് ഫേസ്ബുക്കിൻ്റെ ഒരു നെഗറ്റീവ് ഇമേജാണ് ഇത്രത്തോളം യൂസേഴ്സിനെ ഈ വാട്സപ്പിൽ നിന്ന് വേറെ പ്ലാറ്റ്ഫോമിലേക്ക് മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്. പുതിയ പ്രൈവസി പോളിസി കാരണം ക്രിയേറ്റ് ആയ വാട്സപ്പിൻ്റെ നെഗറ്റീവ് ഇമേജ് മാറ്റാനുള്ള ജസ്റ്റ് ഒരു ബ്രേക്ക് മാത്രമാണ് ഈ 3 months. ഏറ്റവും കൂടുതൽ ആൾക്കാർ വേൾഡ് വൈഡ് യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ് പ്ലാറ്റ്ഫോമാണ് വാട്സപ്പ്. ഏകദേശം 2 ബില്യൺ ആക്റ്റീവ് യൂസേഴ്സ് ഉണ്ട് വാട്സപ്പിന്. അതുകൊണ്ട് തന്നെ ഡാറ്റാസിൻ്റെ അളവ് അത്രത്തോളം ഉണ്ടാവും. എന്തൊക്കെയാണ് വാട്സപ്പിൻ്റെ പുതിയ പ്രൈവസി പോളിസി കാരണം ഉണ്ടാകുന്ന പ്രൈവസി ഇഷ്യൂസ് എന്നത് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു പ്രൈവസി ഇഷ്യൂ വാട്സപ്പിലേക്ക് വരുമ്പോൾ ഇത്രയും കാലം മെസ്സേജസ് എല്ലാം തന്നെ എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആയിരുന്നെന്നാണ് പറയപ്പെടുന്നത്. വേറെ എവിടെയും തന്നെ നമ്മുടെ മെസ്സേജും കോൾ ഇൻഫർമേഷനും ഒന്നും സ്റ്റോർ ചെയ്തിരുന്നില്ല. പക്ഷെ പുതിയ വന്ന പ്രൈവസി പോളിസി അനുസരിച്ചിട്ട് നമ്മുടെ ഡാറ്റാസ് എല്ലാം തന്നെ മീറ്റ ഡാറ്റ ഫോമിൽ അവരുടെ സെർവറിൽ സ്റ്റോർ ചെയ്യും. അവർ സ്റ്റോർ ചെയ്യാൻ പോകുന്ന ഡാറ്റാസ് ഇതൊക്കെയാണ്: ഡിവൈസ് മോഡൽ, OS, ബാറ്ററി ലെവൽ, സിഗ്നൽ ലെവൽ, ആപ്പ് വേർഷൻ, ബ്രൗസർ ഇൻഫോ, ഫോൺ നമ്പർ, പ്രൊഫൈൽ പിക്ചർ, സ്റ്റാറ്റസ്, എബൌട്ട് ഇൻഫോ, ലാംഗ്വേജ്, എത്രത്തോളം നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് വാട്സപ്പിൽ, ഏതൊക്കെ ഗ്രൂപ്പ്സിലാണ് നമ്മൾ അംഗമായിട്ടുള്ളത്, മൊബൈൽ നെറ്റ്വർക്ക്, IP അഡ്രസ്, ടൈം സോൺ ആൻഡ് ലൊക്കേഷനാണ് അവർ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റാസ്. അതുപോലെ തന്നെ നിങ്ങളുടെ വാട്സപ്പ് പേയ്മെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസും ഷോപ്പ് ഓൺ വാട്സപ്പ് യൂസ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യുന്ന ഐറ്റംസിൻ്റെ ഡീറ്റെയിൽസും അവർ സ്റ്റോർ ചെയ്യും. വാട്സപ്പ് ഉപയോഗിക്കുന്നവരുടെ ഒരു 360 പ്രൊഫൈൽ ഇവർക്ക് ഈ ഡാറ്റ വെച്ചിട്ട് തന്നെ ഈസിയായി സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാം. ആ ഡാറ്റ സെൽ ചെയ്യാനും അതിലൂടെ പ്രോഫിറ്റ് ഉണ്ടാക്കാനും ഫേസ്ബുക്കിന് പറ്റും. ഫേസ്ബുക്ക് വാട്സപ്പ് മേടിക്കുമ്പോൾ മെൻഷൻ ചെയ്ത 2-3 കാര്യങ്ങളുണ്ട്. വാട്സപ്പിലെ ഡാറ്റാസ് എല്ലാം തന്നെ ഫേസ്ബുക്കുമായി ഷെയർ ചെയ്യില്ല എന്നതാണ് ആദ്യത്തത്. ഈ ഡാറ്റാസ് വെച്ച് റവന്യൂ ജനറേറ്റ് ചെയ്യില്ല എന്നതാണ് അടുത്തത്. പക്ഷേ ഇപ്പോൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സപ്പ് എന്നിവയെല്ലാം തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാനുണ്ട്. അതിലെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് പോലെയാണ് ഇൻസ്റ്റഗ്രാമിലെ മെസ്സേജിങ്ങും ഫേസ്ബുക്കിലെ മെസ്സഞ്ചറും ഇൻ്റഗ്രേറ്റ് ചെയ്തത്. ഈ ഫേസ്ബുക്ക് നിങ്ങളുടെ ഡാറ്റാസ് ഒന്നും തന്നെ ഷെയർ ചെയ്യുന്നില്ല എന്നുള്ളൊരു കൺസെപ്റ്റാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ കാംബ്രിഡ്ജ് അനലിറ്റിക്ക എന്നുള്ള ഒരു സ്കാം ഉണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞു നോക്കിയാൽ മതി. ഫേസ്ബുക്കിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡാണ് ഈ വാട്സപ്പുമായി ഇൻ്റഗ്രേഷനിലുള്ള വലിയൊരു ത്രെട്ട്. നമ്മളിൽ അധിക പേർക്കും ഈ അനുഭവം എപ്പോഴെങ്കിലുമായിട്ട് ഉണ്ടായിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങാനായി അത് സെർച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ ഇക്കാര്യം ഷെയർ ചെയ്തതിൻ്റെ പിറ്റേ ദിവസമോ അല്ലെങ്കിൽ അതേ ദിവസം തന്നെ സെയിം ആഡ്സ് നിങ്ങളുടെ ഫേസ്ബുക്ക് ഫീഡിലേക്ക് വരുന്നത് കാണാം. അതൊക്കെ ഫേസ്ബുക്ക് നിങ്ങളുടെ ഡാറ്റാസ് വെച്ച് ആഡ്സ് ഇമ്പ്രൂവ് ചെയ്യുകയാണ്. നിങ്ങളൊരു വാട്സപ്പ് ബിസിനസ് അക്കൗണ്ടാണ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കാണ് കൂടുതൽ ഈ പ്രൈവസി പോളിസി കൊണ്ട് പ്രശ്നം വരാൻ പോകുന്നത്. ഫേസ്ബുക്കിൻ്റെ ബിസിനസ് ഇമ്പ്രൂവ് ചെയ്യാനായി വാട്സപ്പിലെ ബിസിനസ് അക്കൗണ്ടിലെ ഡാറ്റാസ് എല്ലാം തന്നെ ഷെയർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. കമ്പനീസ് കളക്ട് ചെയ്യുന്ന ഡാറ്റ ചിലത് നമ്മളുടെ സെക്യൂരിറ്റിക്കും വേറെ ചിലത് അവരുടെ ബിസിനസ് ആവശ്യങ്ങൾക്കുമായിട്ടായിരിക്കും. നമ്മളെല്ലാം ഇന്ന് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല ആപ്ലിക്കേഷനും നമ്മളിൽ നിന്ന് നമ്മളറിയാതെ തന്നെ ഡാറ്റാസ് കളക്ട് ചെയ്യുന്നുണ്ട്. 2019 വന്നൊരു റിപ്പോർട്ടാണ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലുള്ള 1000 എബോവ് ആപ്സ് ഇല്ലീഗലി ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ടെന്ന്. നമ്മളറിയാതെ തന്നെ അവരുടെ ആപ്ലിക്കേഷൻസ് വഴി നമ്മളുടെ ഡാറ്റ അവർ ചോർത്തുന്നുണ്ട്. നമ്മൾ ഓരോ ആപ്ലിക്കേഷനിലും പെർമിഷൻ അലോ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് മാത്രം പെർമിഷൻസ് അലോ ചെയ്യുക. ഡാറ്റ പ്രൊട്ടക്ഷൻ ലോ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളുടെ ഡാറ്റാസ് ഒന്നും തന്നെ വേറെ കമ്പനീസുമായി അവർക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ലായിരുന്നു. യൂറോപ്യൻ റീജിയനാണ് അതിൽ മെയിനായിട്ട് പറയാനുള്ളത്. യൂറോപ്യൻ റീജിയനിൽ ഈ പ്രൈവസി പോളിസി ആപ്ലിക്കബിൾ അല്ല.
GDPR എന്ന ഡാറ്റ പ്രൊട്ടക്ഷൻ ആൻഡ് പ്രൈവസി റൂൾ ഉണ്ട് യൂറോപ്യൻ ഏരിയയിൽ. GDPRന്റെ ഫുൾ ഫോം വരുന്നത് ജനറൽ ഡാറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ എന്നാണ്. പക്ഷേ ഇന്ത്യയുടെ കാര്യത്തിൽ ലിമിറ്റഡ് പ്രൊട്ടക്ഷനേ ഉള്ളൂ. ഡാറ്റാസിൻ്റെ കാര്യത്തിൽ നമ്മളുടെ IT റൂൾ കുറച്ച് വീക്കാണ് ഇക്കാര്യത്തിലൊക്കെ. ഒരുപക്ഷെ ഇവിടെയും ഒരു ഡാറ്റ പ്രൊട്ടക്ഷൻ ലോ ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രൈവസി പോളിസി ഇവിടെ ഇന്ത്യയിൽ ആപ്ലിക്കബിൾ ആയില്ലായിരുന്നു. നിങ്ങളുടെ ഡാറ്റാസ് മിസ്യൂസ് ചെയ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കേസ് ഫയൽ ചെയ്യാനുള്ള അധികാരം ഈ റൂൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധ്യമാകുമായിരുന്നു. ഇപ്പോഴും ഇന്ത്യ ഗവൺമെൻറ്റിന് ഈ പ്രൈവസി റൂൾ ഒന്ന് റീകൺസിഡർ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു പ്രൈവസി പോളിസി കാരണം ബെനിഫിറ്റ്സ് ഉണ്ടാക്കിയത് 2 ആപ്സ് ആണ്. സിഗ്നലും ടെലിഗ്രാമും ആണ് ആ 2 ആപ്പ്. അത്രത്തോളം ആൾക്കാരാണ് വാട്സപ്പിൽ നിന്ന് സിഗ്നലിലേക്ക് മാറിയിട്ടുള്ളത്. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും വാട്സപ്പിനെ 1-ാം സ്ഥാനത്ത് നിന്ന് 2-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയുണ്ടായി. സിഗ്നൽ എന്ന ഇൻസ്റ്റന്റ് മെസ്സേജിംഗ് ആപ്ലിക്കേഷനാണ് 1-ാം സ്ഥാനം കൈയടക്കിയിട്ടുള്ളത്. ടെസ്ല കമ്പനി ഓണറായ ഇലോൺ മസ്കിൻ്റെ ഒരു ട്വീറ്റാണ് സിഗ്നലിന് ഇത്രയ്ക്ക് വലിയ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തത്. വാട്സപ്പിനെ സിഗ്നലിനെ കണക്ട് ചെയ്യുന്ന ഒരു കോമൺ ലിങ്ക് ഉണ്ട് ഇതിൽ. വാട്സപ്പിൻ്റെ ഫൗണ്ടറായ ബ്രയാൻ ആക്ടണാണ് ഈ കോമൺ ലിങ്ക്. ഇതുകൊണ്ട് നമുക്ക് അഡ്വാൻറ്റേജസും ഉണ്ട് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഇനി ഭാവിയിൽ വാട്സപ്പിനെ സെല്ല് ചെയ്ത പോലെ തന്നെ സിഗ്നലിനെ സെല്ല് ചെയ്യില്ല എന്നൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല നമുക്ക്. വാട്സപ്പിലില്ലാത്ത ചില ഫെസിലിറ്റീസ് എല്ലാം സിഗ്നലിലേക്ക് കൊണ്ടുവരാനും ഒരു ചാൻസ് ഉണ്ട്. പക്ഷേ ഇനി ഫ്യൂച്ചറിൽ സിഗ്നൽ വാട്സപ്പിനെ പോലെ തന്നെ ഡാറ്റാസ് എല്ലാം ഷെയർ ചെയ്യുമോ എന്ന് ഉറപ്പ് പറയാനും പറ്റില്ല. സിഗ്നലും ടെലിഗ്രാമും വാട്സപ്പിൻ്റെ ഈ സിറ്റുവേഷനിൽ ബെനിഫിറ്റ് ഉണ്ടാക്കുന്നത് സത്യം തന്നെ. പക്ഷേ ഇത്രത്തോളം യൂസേഴ്സിനെ ഒരുമിച്ച് കൈകാര്യം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി സിഗ്നലിനും ടെലിഗ്രാമിനും ഇപ്പോൾ ഇല്ല. അത് നമ്മൾ നേരിൽ കാണുകയും ചെയ്തിരുന്നു ഈ വെള്ളിയാഴ്ച. ഈ ഒരു സ്ലൈറ്റ് എഡ്ജായിരിക്കുമോ വാട്സപ്പിൽ തന്നെ യൂസേഴ്സിനെ തുടരാൻ പ്രേരിപ്പിക്കുക? കാത്തിരുന്ന് കാണുക തന്നെ വേണ്ടിവരും. ഈ ഒരു എക്സ്റ്റൻഷൻ വാട്സപ്പിന് ബെനിഫിറ്റായി വരുമോ? ഒരു സേർട്ടൺ എക്സ്റ്റെൻറ്റ് വരെ വാട്സപ്പിൽ നിന്ന് വിട്ടുപോകുന്ന യൂസേഴ്സിനെ പ്രിവെൻറ്റ് ചെയ്ത് നിർത്താൻ ഈ ഒരു എക്സ്റ്റൻഷൻ കൊണ്ട് പറ്റും. നിങ്ങൾ തുടർന്നും വാട്സപ്പ് ഉപയോഗിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യന് സ്വയം റിപ്ലൈ കണ്ടെത്തുന്നത് നന്നായിരിക്കും. എത്രത്തോളം നിങ്ങൾ ഫേസ്ബുക്കിനെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്? വാട്സപ്പ് നമ്മളിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുന്നത് പോലെ തന്നെ ഈവൻ നമ്മളുടെ ഫോൺ മാനുഫാക്ചേഴ്സ് വരെ നമ്മളിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ട്. ഇൻ്റർനെറ്റിൽ എത്രത്തോളം സേഫ്റ്റി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളുടെ ഡാറ്റാസ് നിങ്ങൾ തന്നെയാണ് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടത്. സോ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നവർ അവരുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. Thanks for watching the video and consider subscribing.